എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇവിടെ മഴയുണ്ട്. നാളെ 1-ാം തീയതി അല്ലേ? എല്ലാവരും നനഞ്ഞു കൊണ്ടിരിക്കണേ. രാവിലെ തന്നെ മഴയാണ്. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ട് വെള്ളപ്പയർ കറിയാണ് കേട്ടോ. വെള്ളപ്പയർ കറി അറിയാമല്ലോ, വൻപയർ. സിമ്പിളായിട്ടൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ഇന്ന് പച്ചക്കറിയൊന്നുമില്ല, ഇന്ന് വെള്ളപ്പയറാണ്. വെള്ളപ്പയറാണ്. ഇവിടെ അടുപ്പ് കത്തുണ്ട് കേട്ടോ, ചോറിന് വെച്ചാണ്, അതാണ് പുക. പരിമിതമായ സൗകര്യത്തിൽ ചെയ്യണതൊക്കെ. വെള്ളപ്പയർ കുതിരയിട്ടതാണ് കേട്ടോ. നമുക്ക് വേവിച്ചെടുക്കുക. കുതിര നാളെ സംക്രാന്തിയാണ്. ഞങ്ങളും ഇറച്ചി മീനൊന്നും കഴിക്കുന്നില്ല കേട്ടോ. കുറേ ആയിട്ടില്ല. പ്യൂർ വെജ് ഒന്നും വേണമെന്ന് കരുതരുത്. കഴിക്കും, എന്നും പച്ചക്കറി കേട്ടാ കഴിക്കും, വല്ലപ്പോഴും മാത്രം. ഇപ്പൊ കുറച്ചായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഇറച്ചി മീൻ. അതെ, പിന്നെ ഇനി ഒരു മാസത്തേക്ക് ഞാൻ കഴിക്കില്ല എന്നൊക്കെ ഞാൻ പറയണു. അങ്ങനൊന്നുമില്ല കേട്ടാ. അല്ല, എന്നൊക്കെ ഞാൻ പറയണു. നമുക്ക് വെള്ളപ്പയർ കറി വെക്കാം. കുതിർത്തതാണ് കേട്ടോ. ഒരു 1/4 കിലോ പയറുണ്ട്. ഇതിലേക്ക് ഒരു സവാള, 2 പച്ചമുളക്, വലിയൊരു തക്കാളി കേട്ടോ, നല്ല പുളിയുള്ള തക്കാളി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഒരു 3 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, അര ടീസ്പൂൺ നല്ല ജീരകം, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ. നന്നായി അരച്ചിട്ട് വരും ഇതെല്ലാം കൂടി. നമുക്ക് പയർ വെന്താന്ന് നോക്കാം. കറക്റ്റായിട്ട് വെന്തു കേട്ടോ. 3 വിസിൽ വരുത്തുള്ളൂ. ഞാൻ ചട്ടിയിലേക്ക് മാറ്റട്ടെ. ചട്ടിയിലേക്ക് മാറ്റാം. നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് കറി തിളച്ചുട്ടാ. ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കാം. ചീഞ്ചട്ടി ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചായക്ക്, കുറച്ച് ചെറിയ ഉള്ളി ഇട്ടാ, വറ്റൽമുളക്, കറിവേപ്പില. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഉള്ളി മൂത്ത് വന്നു കേട്ടോ. എന്താ മണം! സൂപ്പർ കറിയുണ്ട്. അതുപോലെ വെച്ചാത്തരൊന്ന് വെച്ച് നോക്കാം. അടിപൊളിയാണ്. സൂപ്പർ കറി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല കളർ. കുറച്ച് തേങ്ങാ ചമ്മന്തി അരക്കട്ടെ കേട്ടോ.
കുറച്ച് തേങ്ങ, 2-3 ചെറിയ ഉള്ളി, കുറച്ച് പുളി, സോൾട്ട്, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി കൊണ്ടാണ്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അരച്ചിട്ട് വരാട്ടെ. ചമ്മന്തി അരച്ചിട്ട് വന്നിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഈ ചമ്മന്തി തന്നെ മതി ചോറിനെ. പിന്നെ വേറെ അപ്പിയില്ല. ഇത് ഉണ്ണിക്ക് വേണമെന്നിട്ട് അരച്ചാൽ തേങ്ങാ ചമ്മന്തി ഇടയ്ക്ക് അരയ്ക്കണം. അടയ്ക്ക കഴിക്കാൻ വേണം, അപ്പം നമ്മൾ ഉണ്ടാക്കും. അതെ, ഞാൻ ചോറാക്കി കൊടുക്കട്ടെ. കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഈ പയർ കറിയും ചപ്പാത്തി സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും പറ്റും. വേട്ടന് കഴിക്കാൻ കൊടുക്കട്ടെ കേട്ടോ. വേട്ടൻ ചപ്പാത്തി വയ്ക്കാൻ കേട്ടോ. ചപ്പാത്തിയും പയർ കറി. ഞാൻ ചോറ്. ഉണ്ണി ചോറ്. അങ്ങനെയുണ്ട് പയർ കറി. പുട്ടിനും പറ്റും, ചോറിനും പറ്റും കേട്ടോ. ചെറിയൊരു പുളിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. ഞങ്ങൾ കഴിക്കട്ടെ. ഉണ്ണി സ്കൂളിൽ പോകാൻ കേട്ടോ. ഏട്ടൻ പണിക്ക് പോവുക. ഉണ്ണിൻ്റെ നല്ല മുടി ഞാൻ വെട്ടിയിട്ടാ കണ്ട. ഇത്ര ആക്കി. മുടി കൂടുതലാകുമ്പോൾ അവൾക്ക് ഇടങ്ങാറ്. 3 ഇഞ്ച് നീളത്തിൽ മുടി വെട്ടിന്നല്ലേ. ഒരു 3 ഇഞ്ച് പോയിട്ടുണ്ടാവില്ല. സങ്കടം. ഞാനാണ് വളർത്തുന്നത്. ചീപ്പി കൊടുക്കണം, കെട്ടി കൊടുക്കണം. തിരിക്കട്ടെ. ശരിട്ടാ. ശരി. അച്ചു വരുന്നുണ്ടോ? നാളെ കർക്കിടകം 1 അപ്പോൾ എല്ലാവരുടെയും ക്ലീൻ ആക്കും. പാലക്കാട്ടിലൊരു ആചാരമാണ് ശങ്കരം. ദിവസം ക്ലീനാക്കും. അതല്ലാണ്ട് ഒരു പ്രത്യേക ക്ലീനാക്കലുണ്ട് കേട്ടോ. എല്ലാവരും അടിച്ച് വൃത്തിക്ക് പുല്ലൊക്കെ വലിച്ചെടുക്കും. നമ്മുടെ ഒന്നുമില്ല. ഇതൊരു പെട്ടിക്കൂടാണ്. ചെറിയ വീടാണ് കേട്ടോ. ഇത് ഞങ്ങൾ TV സാധനങ്ങൾ, ഉപയോഗമില്ലാത്ത TV, ഉപയോഗമുള്ള ഫാൻ. എൻ്റെ ചെരുപ്പ് സൂക്ഷിക്കണം. ഹാൻഡിൽ വിത്ത് കെയർ. എന്താ അങ്ങനെ മാറാല് നോക്ക്. മാറാല് തട്ടിയാൽ എനിക്ക് അലർജിയാണ്. കുരു വരും. ഇവിടെ വിളക്ക് വയ്ക്കാൻ സുഖമാണ്. മറ്റേ സാധനം കുഞ്ഞു വിളക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിറച്ച് വെക്കാം. ഞങ്ങൾ അടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വിളക്ക് വെക്കട്ടെ കേട്ടോ. വിളക്ക് നന്നായി കഴുകിയതാണ് കേട്ടോ. വെളുത്തു അല്ലേ, നല്ല വെളുപ്പായില്ലേ, നല്ല കളറായി, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ വിളക്കില്ല കേട്ടോ. ഈ വിളക്കിൽ തന്നെ വിളക്ക് വെക്കണം. എല്ലാം ചെറിയ വിളക്കും വലിയ വിളക്കും ഒക്കെ ഈ വിളക്കാം. ഒരു വിളക്ക് തന്നെ ഉള്ളൂ. നല്ല കനമുണ്ട് ഇത്. നന്നായി വരച്ച് കഴിയണം. വെളുത്താന്നറിയില്ല. വെളുത്ത് കുട്ടാപ്പിയായി. വെളുത്തില്ലേ? ഇടയ്ക്കിടയ്ക്ക് കഴിയൂട്ടോ. ഞാൻ അതെന്ത് ഈ കറുപ്പ് പോവാത്ത്? അത് വിളക്കിൻ്റെ കരിയല്ല, കത്തിച്ചതിൻ്റെ അടയാളമാണ്. അത് മാത്രം പോകണില്ല, ബാക്കിയൊക്കെ വെളുത്തു. ഇനി വെളുപ്പിക്കണം. കുറച്ച് നാരങ്ങ നീരും കൂടി വേണം. ഈ നാരങ്ങയില്ല, കഴിഞ്ഞു. നാരങ്ങയും സോപ്പും കൂടി ഇട്ടിട്ട് കഴുകിയതാണ് കേട്ടോ. നല്ല കമ്പിച്ചേരി ഇട്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ, സീ യു.